കൊല്ലം ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ആനവാൽ പിടിച്ചടങ്ങ് നാടിനാവേശമായി. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു പങ്കെടുക്കുന്ന ചടങ്ങിന് കനത്ത ചൂടിനെ അവഗണിച്ച് ധാരാളം ഭക്തരും ആനപ്രേമികളും സാക്ഷിയായി. ഭാരതത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഒരു ആചാരമാണ് ആനവാൽ പിടി. സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും ബാല്യകാല വിനോദങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു അത്യപൂർവ ചടങ്ങാണ് ഇത്. ഗണപതിയുടെ കൊമ്പിലും വാലിലും പിടിച്ചു കളിക്കുക ബാലസുബ്രഹ്മണ്യന്റെ പതിവ് ശീലമായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. ശ്രീകോവിലിന് അഭിമുഖമായി തൊഴുത് ശംഖും വിളിച്ചതിനു ശേഷം തിരിഞ്ഞു വിശാലമായ മൈതാനത്തിലൂടെ ഓടിക്കും. ഓടുന്ന ആനയുടെ വാലിൽ വ്രതം നോറ്റ ഭക്തർ തൊട്ടു തൊഴുതാണ് ആനവാൽ പിടിച്ചടങ്ങ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 6 കരകളിലെ പ്രതിനിധികൾക്ക് മാത്രമാണ് വ്രതം നോറ്റ് ചടങ്ങിന്റെ ഭാഗമാകാൻ തൃക്കടവൂർ ശിവരാജുവാണ് കുട്ടിക്കാലം മുതൽക്കേ ചടങ്ങിനെത്തുന്നത്. പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ അശ്വതി തിരുനാൾ. ഈ അശ്വതി ദിവസം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും ബാല്യകാല കുസൃതികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ആനവാൽ പിടി നടക്കുന്നത്. സുബ്രഹ്മണ്യൻ ഗണപതിയുടെ വാലയിൽ പിടിച്ച് കളിക്കുകയും അത് ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്മരണയാണതിന്. അത് തൃക്കടവൂർ ശിവരാജുവാണ് വളരെ കാലം കൊണ്ടേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒരു ചങ്ങല പോലും ശരീരത്തില്ലാതെ വളരെ ഫ്രീ ആയിട്ട് ആനയെ ഓടിക്കുന്നു. ഭക്തജനങ്ങൾ അതിൽ വ്രതമെടുത്ത് ഭക്തജനം അതിനെ സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾ വ്രതമെടുത്ത് നിൽക്കുന്നുണ്ട്. അവർ അതിൻ്റെ വാലിൽ തൊട്ട് വന്ദിച്ച് ആന വളരെ പടിഞ്ഞാറോട്ട് വളരെ സ്പീഡിൽ ഓടി അതിൻ്റെ പുറകെ ഭക്തജനങ്ങൾ ഓടി ആ ചടങ്ങ് സമാപിക്കുകയാണ്. അതിനുശേഷം ഇന്നിനിയിപ്പം വലിയൊരു സദ്യ നടക്കുന്ന അശ്വതി അന്നദാനമുണ്ട്. അതിനുശേഷം വൈകിട്ട് വിളക്കാണ്. ഈ അശ്വതി വിളക്കെന്നാണ് പറയുന്നത്. 6 കരകളിൽ നിന്ന് താലപ്പൊലിയും ആനയും അമ്പാരിയും വാദ്യഘോഷങ്ങളും ഒക്കെ ഉൾപ്പെടെ ഈ പല ഭാഗത്തു നിന്നായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പഴനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. 2000-ലധികം വർഷം പഴക്കമുള്ളതായി കരുതുന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം.